സ്നേഹാദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു പ്രദേശത്തിൻ്റെ ഒരു മാറ്റം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് വികലമാക്കപ്പെടുന്ന ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ശക്തിയും മധുരവും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരു വലിയ നെയ്യത്തോടുകൂടി ഒരുമിച്ച് കൂടിയവരാണ് ഞാനും നിങ്ങളും. ഇത്തരത്തിൽ ഒരുമിച്ച് കൂടാനും നമ്മളെ വീടുകളിലൊക്കെ ഒരു സമാധാന അന്തരീക്ഷം കടന്നു വരാനും കാരണക്കാരാര് എന്ന ചോദ്യത്തിന് നിസ്സംശയം പറയാം, അത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെടുകയും കേരളീയ മുസ്ലിം സമുദായത്തെ നാശത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്ന 1920കളിൽ അതല്ല മതം. ഇസ്ലാം എന്ന മതം അതൊരു സമാധാനവും ഒരു ശാന്തതയുടെ സൗന്ദര്യവുമാണ് എന്ന് ബോധ്യപ്പെട്ട നമ്മുടെ മുൻഗാമികളായ ചില ഉലമാക്കൾ, പ്രവർത്തകന്മാർ, അവര് അഹോരാത്രം പണിയെടുത്തതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. നാളെ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട കടമകളോടും ഉത്തരവാദിത്വത്തോടും എത്രമാത്രം നമുക്ക് ആത്മാർത്ഥത പ്രകടിപ്പിക്കാൻ സാധിച്ചു എന്ന ഒരു ചോദ്യം അള്ളാഹുവിന്റെ അരികിൽ നിന്ന് തീർച്ചയായും നമ്മൾ നേരിടേണ്ടി വരും. ഇനിയൊരു പ്രവാചകൻ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെടാനില്ല. കൈമാറി അള്ളാഹുവിന്റെ ഈ സന്ദേശം, ഏകദൈവ വിശ്വാസം എന്ന മഹാസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ആ സന്ദേശത്തെ തൊട്ടറിഞ്ഞ ഓരോരുത്തരുടെയും ബാധ്യതയായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നാളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ റബ്ബിന്റെ മുൻപിലുള്ള ആ ചോദ്യത്തിന് നമ്മളുടെ കയ്യിൽ വ്യക്തമായ ഉത്തരമുണ്ടാകണം. റബ്ബേ, നിനക്ക് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ വാട്സപ്പുകളിലൂടെയൊക്കെ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേരത് കണ്ടു എന്നെനിക്കറിയില്ല. പ്രവാസികളായ 4-5 ചെറുപ്പക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു റൂമിൽ ഒരു പെട്ടി കൊണ്ടുവെക്കുകയാണ്. ആ പെട്ടി കണ്ടാൽ അറിയാം ഒരു ഉമ്മാന്റെ സ്നേഹം. അത്രക്ക് സാധനം പ്ലാസ്റ്റിക് കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയ ആ കാർഡ്ബോർഡിന്റെ പെട്ടിയിലുണ്ട്. പെട്ടി പൊളിക്കുന്ന കൂട്ടുകാരതിന്റെ ഉള്ളിൽ നിന്നും ഓരോരോ സാധനങ്ങൾ എടുത്ത് പുറത്തു വെക്കാൻ തുടങ്ങി. നമ്മളെ നാട്ടിലുള്ള ശർക്കരപ്പേരിയും ചിപ്സും കാച്ചിയ എണ്ണയും ഓരോന്നെടുത്ത് വെക്കുന്ന സമയത്തും ഒരു കൂട്ടുകാരൻ പോലും അതിനുവേണ്ടി പിടിവലി കൂടുന്നില്ല. പലരും സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ് എടുത്തു വെക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കുകയാണ്. കാരണം ഏത് മകനാണോ ആ ഉമ്മ ആ പെട്ടി കൊടുത്തയച്ചത്, ആ മകൻ 2 ദിവസങ്ങൾക്ക് മുൻപ് ആ രാജ്യത്തുള്ള ഒരു അപകടത്തിൽ മരിച്ചുപോയതാണ്. ആ ഉമ്മാന്റെ കഥയും ആ വീഡിയോയും കണ്ട നമ്മളിൽ പലരും അന്നും ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പടച്ചോനെ, ആ ഉമ്മാക്ക് എങ്ങനെയാ സഹിക്കാൻ പറ്റുക? നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ, ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ 30, 35, 40 വയസ്സുള്ള മകൻ അവനുള്ള 3 പെൺമക്കളെയും ഭാര്യനെയും പണിതീരാത്ത വീടും ഉപേക്ഷിച്ച് അവൻ അപകടത്തിൽ മരിച്ചു എന്ന് കേട്ടാലും നമ്മളെ പറ്റി നാട്ടുകാർ ചോദിക്കും, എങ്ങനെയാ അഹമ്മദിനത് സഹിക്കാൻ പറ്റുക? എങ്ങനെയാ ഉമ്മാക്കത് സഹിക്കാൻ പറ്റുക എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിച്ചവർ ഉപേക്ഷിച്ചവർക്ക് മറ്റു പലരും ഉണ്ട്. ആ ഉമ്മാക്ക് ഉമ്മാന്റെ ആങ്ങളമാരുണ്ട്. ആ ഉമ്മാക്ക് വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, നിർബന്ധിച്ച് കഴിപ്പിക്കാൻ ഉമ്മാന്റെ വേറെ
2 ആൺമക്കളും 3 പെൺമക്കളും വേറുണ്ട്. ആ ഉമ്മാനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഉമ്മാക്ക് മഹർ കൊടുത്ത ഉമ്മാന്റെ ഭർത്താവുണ്ട്, അഥവാ ആ പുതിയാപ്പിളുണ്ട്. ആ ഉമ്മാനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ഉമ്മാന്റെ മരിയക്കളുണ്ട്. മഴ കൊള്ളാതെ താമസിക്കാൻ ഉമ്മാക്കൊരു വീടുണ്ട്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നത് ആ 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ അന്നു മുതൽ കബറിൽ ഒറ്റക്ക. ആരാ അവനൊരു സമാധാനം കൊടുക്കാൻ? ആരാ അവനൊരു സ്വസ്ഥത കൊടുക്കാൻ? ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഓരോ മിനിറ്റും ഇനി ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്തതാ. ഇനി നമ്മളെ ജീവിതത്തിൽ ഈ കഴിഞ്ഞു പോയ ഒരു നിമിഷം പോലും കോടികൾ കൊടുത്താലും നിങ്ങൾക്ക് നൽകുമെന്ന് പടച്ച റബ്ബ് വിശദീകരിച്ചിട്ടില്ല. നമുക്ക് തിരിച്ചു ലഭിക്കാത്തതാ. നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന 6 അടി മണ്ണിലേക്ക് എത്തുന്നതിന്റെ മുൻപ് അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ഏതൊക്കെ ചോദ്യത്തിന് റബ്ബിനോട് നമുക്ക് മറുപടി പറയാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു നല്ല വിശ്വാസം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സ്വഭാവം, ഇതിലേത് ചോദ്യത്തിനാ പടച്ച റബ്ബിനോട് മനസ്സ് തുറന്ന് നമ്മളൊരു ഉത്തരം പറയാം? ഒരിക്കൽ ഒരു സ്വഹാബിയുടെ ജനാസയിൽ പങ്കെടുത്ത് ആ സ്വഹാബിയെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ ഖബറിന് വലുപ്പം പോരാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി. ഉടനെ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ ഖബർ ഒന്ന് വലുതാക്കണം. 2 സഹാബാക്കൾ ആ ഖബറിലിറങ്ങി ഖബറിന്റെ 4 ഭാഗവും ചെത്തി അതിലുള്ള മണ്ണെടുത്ത് ഖബറിന്റെ മുകളിൽ അള്ളാന്റെ റസൂലുള്ളാന്റെ കാലിന്റെ ചുവട്ടിലേക്ക് കൂട്ടിയിട്ടു. ആ മണ്ണിലേക്ക് നോക്കിയിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് അവിടെ അങ്ങ് ഇരുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു ഈത്തപ്പനയുടെ കൊള്ളിക്കമ്പിന്റെ കഷണമെടുത്ത് ആ ഖബറിന്ന് വാരിയിട്ട മണ്ണിന്റെ ഉള്ളിലേക്ക് പതുക്കങ്ങനെ കുത്തിത്താഴ്ത്താൻ തുടങ്ങി. സഹാബാക്കൾ അത്ഭുതത്തോട് നോക്കി നിൽക്കുമ്പോൾ റസൂലുള്ളാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ആരോടോ ദേഷ്യമുള്ളതുപോലെ റസൂലുള്ളാന്റെ കൈകൾക്ക് വേഗത കൂടി. പ്രവാചകന്റെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങി, മുഖം ചുവക്കാൻ തുടങ്ങി. തന്റെ കയ്യിലുള്ള ചുള്ളിക്കമ്പിന്റെ അവസാനത്തെ കൊള്ളിയും ആ മണ്ണിന്റെ ഉള്ളിലേക്ക് കുത്തിത്താഴ്ത്തി ചാടി എഴുന്നേറ്റ് ഒരു ഞെട്ടിത്തരിച്ചതുപോലെ പ്രവാചകൻ ഖബറിലേക്ക് ചുണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഖബറിനെ ഭയപ്പെടണം. കാരണം ആ ഖബറ് അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് പടച്ച റബ്ബ് ഒരുക്കി വെച്ചത് അത്രമാത്രം ഭീകരാവസ്ഥയിലാണ്. ആ ഖബറിലേക്കുള്ള യാത്ര ഞാനും നിങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. 30 കഴിഞ്ഞവരെ ഇനിയൊരു 30 കിട്ടുന്നൊരു ഉറപ്പില്ലട്ടോ. 40 കഴിഞ്ഞവരെ ഇനിയൊരു 40, 50 കഴിഞ്ഞവരെ ഇനിയൊരു 50. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു സമയം. ആ ഖബറിലേക്ക് ഞാനും നിങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖബറിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹുവിനോട് തൃപ്തകരമായ മറുപടി പറയാൻ അതിനാവണം എന്റെയും നിങ്ങളുടെയും ജീവിതം. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് ചൊല്ലിത്തരേണ്ടതും യാത്രയാക്കേണ്ടതും കുടുംബക്കാര് യാത്രയാക്കി തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ തട്ടിവിളിച്ച് ഖബറിന്റെ ഭിത്തിയിലേക്ക് ചാരിക്കടത്തി നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, നിന്റെ റബ്ബാരാ? കേൾക്കുമ്പം നമ്മൾക്കൊക്കെ തോന്നും പറയാൻ ഭയങ്കര എളുപ്പ, റബ്ബി അല്ലാ. നാവിന് എളുപ്പമുള്ളതും പറയാൻ സുഖമുള്ളതും വേഗം പറയാൻ കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന വാക്ക് റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, എല്ലാവർക്കും അത് അത്ര പെട്ടെന്ന് പറയാൻ കിട്ടൂല. കാരണം അത് പറയാൻ കിട്ടണേ അവൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവനാകണം, അവൻ അള്ളാഹ്ക്ക് വേണ്ടി പരലോകം കണ്ടവനാകണം, അവൻ റബ്ബിനെ ഭയപ്പെട്ട് അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയവനാകണം. അവർക്കേ റബ്ബിനോട് ആ മറുപടി പറയാൻ പറ്റൂ. സഹാബാക്കൾ ചോദിച്ചു, റസൂലേ ആർക്കൊക്കെ ആ ഉത്തരം കിട്ടും? അള്ളാഹുവിന്റെ പ്രവാചകൻ ഓരോ സഹാബത്തിന്റെ മുഖത്തേക്കും നോക്കുമ്പോൾ മറ്റു സഹാബാക്കൾ വിളിച്ചു പറഞ്ഞു, ബിലാലിന് പറ്റും. ചുട്ടുപഴുത്ത മരുഭൂമിയിൽ മലർത്തിക്കിടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശത്രു തല്ലുമ്പോ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസവും തൊലിയും വേർപെട്ടു പോയപ്പോഴും അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത്. ആ ബിലാൽ ഇബ്നു റബാഹക്ക് പറയാൻ കിട്ടും റബ്ബി അല്ലാഹ്. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ശത്രുക്കൾ കൊല ചെയ്ത അമ്മാർ റളിയല്ലാഹു അൻഹു പറയാൻ കിട്ടും അല്ലാഹു അക്ബർ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കിട്ടും. വസ്ത്രങ്ങളയച്ച് മരത്തിൽ പിടിച്ചു കെട്ടി ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റുമ്പോ കുത്തുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി നമ്മളെ ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്ന്. അവർക്ക് പറയാൻ കിട്ടും റബ്ബി അല്ലാഹ് എന്ന്.
ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് പ്രവാചകൻ ഏൽപ്പിച്ച പതാകയുമായി പുറപ്പെടുകയും വലത്തെ കൈക്ക് വെട്ടുകിട്ടിയപ്പം അറ്റുപോയ ഇടത് കൈയിലേക്ക് പതാക പിടിക്കുകയും ഇടത്തെ കൈക്കും വെട്ടുകിട്ടപ്പം അറ്റുപോയ രണ്ട് കൈകൾ ഉപയോഗിച്ച് പതാക മാറത്തെ കടക്കി പിടിച്ച് മുൻപോട്ടോടുമ്പം കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തി അവസാനം കണ്ണുകൾ ചൂയ്ന്നെടുക്കപ്പെട്ട് പല്ലുകൾ കുത്തിയടർത്തപ്പെട്ട് ഇടത് കൈയും വലത് കാലും വെട്ടിമാറ്റപ്പെട്ട മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് പറയാൻ കിട്ടും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗന്ത, അള്ളാന്റെ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗന്ത. പലപ്പോഴും പറയാറില്ലേ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് ലോകത്തുള്ള സർവ്വശത്രുക്കളും ഒരുമിച്ചത് ഇസ്ലാമിന്റെ നേരെയാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ആശയങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ലിബറലിസ്റ്റ് ചിന്താഗതിക്കാരും മതനിരീശ്വരവാദികളും യുക്തിവാദികളും ഇസ്ലാമിനെ പറയിപ്പിക്കുമ്പം ഇല്ലാത്ത ചില ഡിങ്കൻ കഥകളും വാത്തൊടാത്ത കെട്ടുകഥകളുമായി പുരോഹിതന്മാര് പോലും മതത്തെ വാണിജ്യവൽക്കരിക്കാൻ തുടങ്ങി. അതിന്റെ ഓരോരോ രൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. മദീനയിലേക്ക് 2 കോടി സ്വലാത്ത് അയക്കാൻ ഒരുങ്ങുന്ന പ്രമാണിമാരും ഓരോ സ്വലാത്തിന് ഗൂഗിൾ പേ നമ്പർ വെച്ച് 100 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാര് മുതൽ വ്യത്യസ്തമായ മജ്‌ലിസുകൾ സംഘടിപ്പിച്ച് സ്ത്രീകളെയും കുടുംബത്തെയും നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി വിശ്വാസ വൈകൃതങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും കൂടിക്കൊണ്ടിരിക്കുകയാ. ഒരു ഭാഗത്ത് നിരീശ്വരവാദം തയ്ച്ചു വളരുമ്പം മറുഭാഗത്ത് കെട്ടുകഥകളിലൂടെ ഈ മതത്തെ കൊണ്ടുപോകാൻ ചില പുരോഹിതന്മാർ പണിയെടുക്കുകയും ചെയ്യുന്നു. ആലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാ മക്കക്കാരുടെ ശത്രുവായത്? ഖുറൈശ് ഗോത്രത്തിലെ ഏതെങ്കിലും പെണ്ണിനെ വശീകരിച്ച് ചതിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും രാത്രി ഏതെങ്കിലും പെണ്ണിന്റെ വാതിലിൽ മുട്ടാൻ പോയതിന്റെ പേരിലല്ല, ആരുടെയെങ്കിലും കുടുംബത്തിൽ കയറി ചെന്ന് അവരുടെ സ്വത്തുക്കൾ അപഹരിക്കാൻ കൊട്ടേഷൻ കൊടുത്തതിന്റെ പേരിലല്ല, അവരുടെ നേതൃത്വം കിട്ടിയിട്ടില്ല എന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസത്തിന്റെ പേരിലല്ല. മറിച്ച് അന്ന് ശത്രുപക്ഷത്തേക്ക് പ്രവാചകൻ മാറിപ്പോകാനുള്ള കാരണം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അതിന്റെ അർത്ഥം അന്ന് മക്കക്കാർക്ക് അള്ളാഹിൽ വിശ്വാസമില്ല എന്നല്ല. ജാഹിലിയ കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖുറൈശ് ഗോത്രത്തിനും അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ലാത്ത എന്നൊരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ആ മനുഷ്യന്റെ കബറുകൾ അവര് കെട്ടിപ്പൊക്കുകയും ആ കബറിങ്കിലേക്ക് അവർ ആരാധനക്ക് കയറി ചെല്ലുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വിശ്വാസ വൈകൃതങ്ങൾ കാണുകയും അതിൽ മനം മടുത്ത് ഹിറാ ഗുഹയിൽ റബ്ബിന്റെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്യുമ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ഏകദൈവ വിശ്വാസത്തെ പറ്റി റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുക്കുകയും അത് പഠിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന അന്ന് മുതലാ അള്ളാന്റെ റസൂലുള്ള മക്കക്കാർക്ക് ശത്രുവാകുന്നത്. അഥവാ അള്ളാഹു പഠിപ്പിച്ച തൗഹീദ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ നിമിഷം മുതൽ അന്ന് ജനങ്ങളോട് റസൂലുള്ള ചോദിച്ച ചോദ്യം, മനുഷ്യരെ, ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിങ്ങളെ ആക്രമിക്കാൻ ഒരു വലിയ സൈന്യം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അന്ന് മക്കയിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദേ, നീ അൽ അമീന, എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ കയറി ചെല്ലുന്ന ലാത്തയുടെ കബറിങ്കിലേക്ക് നീ പോകരുത്, ഉസ്സ എന്ന മരത്തെ നിങ്ങൾ ആരാധിക്കരുത്, മനാത്തെ എന്ന ബിംബങ്ങളെ നിങ്ങൾ പൂജിക്കരുത്, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ബിംബങ്ങൾക്ക് മുൻപിലേക്ക് ആരാധന നടത്തരുത് എന്ന് പറയുന്ന സെക്കൻഡിൽ ആ സദസ്സിൽ നിന്ന് തന്നെ പ്രവാചകന്റെ വാപ്പാന്റെ അനിയൻ അബൂലഹബ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമാഅത്തനാ, മുഹമ്മദേ നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അന്ന് തുടങ്ങിയതാ റസൂലുള്ളാന്റെ ശത്രുഭാഗത്തേക്ക് അവർ. അവസാനം കൊന്നൊടുക്കുമെന്ന ശത്രുക്കളുടെ ഭീഷണിക്ക് മുൻപിൽ കൊന്നൊടുക്കപ്പെടും എന്ന് വരുമ്പോ തിരുദൂതൻ മക്ക വിട്ട് മദീനത്തേക്ക് യാത്ര ഹിജ്റ പുറപ്പെട്ടു. അതിനുശേഷം മദീന കാലഘട്ടത്തിന് ജീവിച്ച് മക്കയിലേക്ക് തിരിച്ചു വരുന്ന ഒരു രംഗുണ്ട്. മക്ക വിജയ ദിവസം മക്കയിലേക്ക് കാലെടുത്ത് വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുണ്ടായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള സഹാബത്തിന്റെ യുവാക്കളുടെ കൈകളിലേക്ക് മൺവെട്ടിയും ഇരുമ്പിന്റെ പാരയും കൊടുത്തിട്ട് പറഞ്ഞു, സഹാബത്തെ, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു കബറ് പോലും നിങ്ങൾ വിട്ടേച്ചു പോകരുത്, മുഴുവനും അടിച്ചു നിരപ്പാക്കണം. കബറാണെന്ന് തോന്നാൻ മാത്രം നെരിയാണിയുടെ വലുപ്പത്തിലെ നിങ്ങൾ കബറ് വെക്കാവൂ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മാതൃക